രാജേന്ദ്രൻ എന്ന AK സെന്ററിൽ സംസ്ഥാന സമിതി യോഗം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ യോഗത്തിൽ മുഖ്യമന്ത്രി ഒരു വാക്ക് പോലും മറുപടി പറയാതെയാണ് യോഗത്തിന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. പക്ഷേ MP ഗോവിന്ദൻ മാധ്യമങ്ങൾ കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് മാധ്യമങ്ങളടുത്ത് MP ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്താണ് അത് സംഭവിക്കുന്നത് ഒന്നും ആർക്കും അറിയാൻ പാടില്ല. രാജിവെക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾക്കൊന്നും ഒരു മറുപടി ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന കാര്യം നേരത്തെ ഉള്ള നമ്മുടെ അഭിമുഖത്തിൽ പറയുകയും ചെയ്തതാണ്. അത് തന്നെയാണ് വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. അതായത് പാർട്ടി ഒന്നടങ്കം അദ്ദേഹത്തിന് എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു പാർട്ടി വിരുദ്ധ വികാരമൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. പക്ഷേ അത് നിരാകരിച്ചു. വൻ ഭൂരിപക്ഷത്തോടു കൂടി അത് തള്ളുകയാണ് സംസ്ഥാന കമ്മിറ്റി യോഗം ചെയ്യുന്നത്. ഒരു നാണംകെട്ട പരാജയമാണ് മുഖ്യമന്ത്രിക്ക് സെക്രട്ടേറിയറ്റിൽ വരെ സംഭവിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ CPM സെക്രട്ടേറിയറ്റ്, ആ സെക്രട്ടേറിയറ്റിൽ രാജിവെച്ച മുഖ്യമന്ത്രി പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് പോകാൻ, അതായത് നമ്മുടെ ഭരണ കേന്ദ്രത്തിലേക്ക് പോകാൻ ഉപയോഗിക്കുന്നില്ല. ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ കപ്പിത്താൻ ഒരു അവകാശവും ഇല്ല. കാരണം CPMന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു പറഞ്ഞ കമ്മിറ്റി അംഗങ്ങളില്ല അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തറപ്പിച്ചു പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? തനിക്ക് വിരുദ്ധമായിട്ടൊരു വികാരം ഉണ്ടാകുമ്പോൾ മാന്യമായിട്ട് രാജിവെച്ച് പോവുക. അവിടെ നോക്കൂ, അദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് സംസ്ഥാന സെക്രട്ടറിയായിട്ട് നിയോഗിച്ചിരിക്കുന്ന MP ഗോവിന്ദൻ ഇടപെട്ടു. മുഖ്യമന്ത്രി മാറേണ്ട ആവശ്യം അദ്ദേഹം കാട്ടി, വീറ്റോ ചെയ്തു. നമ്മൾ ഈ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ടല്ലോ, ആ സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്കയും റഷ്യയും ഒക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വീറ്റോ ചെയ്യുന്നത് പോലെ MP ഗോവിന്ദൻ ഇവിടെ ആ പ്രമേയം മുഖ്യമന്ത്രി മാറണമെന്നുള്ള CPIയുടെ അല്ല, CPIന്റെ പ്രമേയം വീറ്റോ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ട് ഗോവിന്ദൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ഇത് തന്നെ വിഷയങ്ങളാവും ശക്തമായിട്ട് മുഖ്യമന്ത്രിയുടെ മുഖം മാറ്റത്തിനോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ മുഖം മാറ്റത്തിനോ വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉയരും. വളരെ പ്രയാസമായിരിക്കും പിടിച്ചു നിൽക്കാൻ അതിനെ. അല്ലെങ്കിൽ അവർ മറ്റേ മുന്നണിയിലേക്ക് പോകും. കേരള കോൺഗ്രസ് എമ്മിന് മാത്രമല്ല CPIക്ക് ഇപ്പോൾ വഴി തുറന്നു കിടക്കുക. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് അവർക്ക് അതിലേക്ക് പോകാം. BJP എതിർക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ പോവുകയാണ്. ദേശീയ തലത്തിൽ CPMനെ ശക്തിപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യ മുന്നണിയാണെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തികച്ചും അതിനെ പണ്ടത്തെ പോലെ വലതന്മാരെന്ന് പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് ഇപ്പോൾ ഇടതുപക്ഷത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലതന്മാര് ഇന്ദിരാഗാന്ധിയുടെ വാലിൽ തൂങ്ങി നടക്കുന്നവരൊക്കെ എന്നാണ് പണ്ട് കോൺഗ്രസുമായിട്ട് യോജിച്ചു പോയപ്പോൾ ഇതിന് വന്നിരിക്കുന്നത്. അതൊക്കെ ഇനി അപ്രസക്തമാവും. കാരണം കോൺഗ്രസും CPMും ചേർന്നാണല്ലോ ബംഗാളിൽ മുന്നണി ഉണ്ടാക്കിയത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ തമിഴ്നാട് ഉൾപ്പെടെ രാജസ്ഥാനിൽ അവർക്ക് കിട്ടിയ സീറ്റ് പോലും കോൺഗ്രസിനോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ ഒരു മുന്നണി മാറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ദേശീയ തലത്തിൽ അതൊരു മാറ്റവും ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് മാറാം, UDFനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ UDFന്റെ അടുത്ത മന്ത്രിസഭയിൽ അവർക്ക് മന്ത്രിസ്ഥാനം നിലനിർത്താൻ പറ്റും. കാരണം അടുത്ത മന്ത്രിസഭ ഉണ്ടാവുന്നത് UDFന്റേതായിരിക്കുമെന്ന് അട്ടിമറികളൊന്നും ഉണ്ടായില്ലെങ്കിൽ അത് തന്നെയായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെ ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ മുഖ്യമന്ത്രി അതായത് ഇപ്പോൾ പറഞ്ഞ വാർത്തകൾ എന്ന് പറഞ്ഞാൽ AK സെന്ററിൽ സംസ്ഥാന സമിതി യോഗം നടന്നപ്പോൾ 5 പാർട്ടി നേതാക്കൾ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്ക് ഭരണവിരുദ്ധതല്ല എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി അത് തള്ളിക്കളയായിരുന്നു. പക്ഷെ ഒരു അക്ഷരം പോലും മിണ്ടാതെയാണ് മുഖ്യമന്ത്രി AK സെന്റർ പുറത്തിറങ്ങിയത്. കാരണം എന്തെങ്കിലും യോഗത്തിൽ എപ്പോഴും സംസാരിക്കുന്ന മുഖ്യമന്ത്രി ഒരു അക്ഷരം പോലും മിണ്ടാതെ പുറത്തിറങ്ങി. ഗോവിന്ദ മാഷ് പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു അക്ഷരം മിണ്ടാതെ പുറത്തു പോയ മുഖ്യമന്ത്രി വരും ദിവസങ്ങളിൽ സ്വയം തീരുമാനമെടുത്ത് പാർട്ടിയിൽ കത്ത് കൊടുത്താലോ ഞാൻ മാറുന്നു എന്ന് പറഞ്ഞത് അതിന് സാധ്യതയില്ല. അദ്ദേഹം അങ്ങനൊന്നും മാറുന്നതല്ല. കാരണം അദ്ദേഹത്തിന് ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നേ പറ്റൂ. കാരണം കേസുകൾ വന്നിരിക്കുക, കോടതിയുടെ നോട്ടീസ് വന്നിരിക്കുക. CMRന്റെ കേസിലും ഒക്കെ മാസപ്പഴയുടെ കേസുകൾ. അതിന് സമാധാനം പറയണം. അതിന് ഫ്രീ ആയിട്ട് വക്കീലന്മാരെയൊക്കെ കിട്ടണമെങ്കിൽ ഇതിനെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നേ പറ്റൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബീഹാറിൽ ഒരു മുഖ്യമന്ത്രി കിടപ്പുണ്ടല്ലോ, അതേ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മാത്രം ഈ കേസുകളെ നേരിടാൻ അദ്ദേഹത്തിന് പറ്റും. അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തൽക്കാലം അദ്ദേഹം മാറാൻ പോകുന്നില്ല, സ്വയം രാജിവെക്കാനും പോകുന്നില്ല. ഗോവിന്ദനുമായിട്ടുള്ള ഈ ഒരു തരം അഡ്ജസ്റ്റ്മെന്റിലൂടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത ഒരു തരം അഡ്ജസ്റ്റ്മെന്റിലൂടെ എന്ന് പറയേണ്ടി വരും. അദ്ദേഹം അധികാരത്തിൽ കടിച്ചു തൂങ്ങി തന്നെ ഇരിക്കും, ഒരു സംശയവും വേണ്ട. അധികാരത്തിൽ കടിച്ചു തൂങ്ങി ഇരിക്കാനാണ്. അദ്ദേഹത്തിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് മറുപടി ഒന്നും പറയാത്തത്. ദേഷ്യപ്പെട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. അദ്ദേഹം ദേഷ്യമൊന്നും പരസ്യമായിട്ട് കാണിക്കുകയില്ല. ചിലപ്പോൾ ചിരിയിലായിരിക്കും ദേഷ്യം കൊടുക്കുമ്പോൾ. അങ്ങനെ തന്നെ ഇറങ്ങിപ്പോകും, മറുപടിയില്ല. CMR കേസിൽ ഇതാണ്, മാസപ്പടി കേസിൽ ഇതാണ്, അദ്ദേഹത്തിന് മറുപടിയില്ല.
കോടതിയിൽ അപ്പൊ മറുപടി പറയാൻ പറ്റുകയില്ല. മറുപടി പറഞ്ഞില്ലെങ്കിൽ കോടതി മറുപടി പറയിക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ അനുഭവം തന്നെ ഉണ്ടാകും. കേസ് കുരുക്കിൽ അദ്ദേഹം മുറുകും. പിന്നെ കമ്പനി രജിസ്ട്രാറുടെ കീഴിലുള്ള അന്വേഷണ സംഘം അതിന്റെ ഒരു രീതി അനുസരിച്ചുള്ള അവരുടെ ഒരു പ്രോസസ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടല്ലോ, അതനുസരിച്ച് നടപടിക്രമം അനുസരിച്ച് അവരതിന്റെ നടപടികൾ എടുക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയും കുടുംബവും കുരുങ്ങുകയും ചെയ്യുന്നില്ല. ശ്രീ രാജേന്ദ്രൻ, മറ്റൊരു കാര്യം പറയട്ടെ. അതായത് സ്വയം ഒരു ആലോചിച്ച് ഒരു രാജിയിലേക്കോ അല്ലെങ്കിൽ എന്താണ് ആരോഗ്യപരമായി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പറയും സ്വയം പിന്മാറിയാലോ. കാരണം ഇത്രയും രൂക്ഷമല്ല, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു CPM മുഖ്യമന്ത്രിക്ക് ആദ്യമായിട്ടാണ് ഒരു പാർട്ടി യോഗത്തിൽ ഇത്രയും രൂക്ഷ വിമർശനം. അതായത് മുഖ്യമന്ത്രി കാണിച്ചിട്ടില്ല. ഇന്നലെ തന്നെ CPMന്റെ ATS യോഗത്തിൽ ഒരു നേതാവ് എണീച്ച് പറയും മുഖ്യമന്ത്രി മൈക്കിനോട് പോലും ദേഷ്യപ്പെട്ടു. അപ്പൊ ഇത്രയും കാര്യം സൂക്ഷ്മമായി നേതാക്കൾ നിരീക്ഷിക്കുന്നുണ്ട്. അതെ, ആദ്യമായിട്ടാണ് ഇത്രയധികം വിമർശനങ്ങൾ വരുന്നത്. അദ്ദേഹത്തിന് മൈക്കിന് നേരെ എടുത്ത മൈക്കിനോട് കാണിച്ച മൈക്ക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പാവപ്പെട്ട തൊഴിലാളിയാണ്. അയാളോട് കാണിച്ച ആ ക്രുദ്ധമായിട്ടുള്ള പെരുമാറ്റം ഇവര് അതിന്റെ മറ്റൊരു വശമാണ് ഇപ്പൊ നമ്മള് പാവപ്പെട്ട ഒരു കാഷ്വൽ ഡ്രൈവറോട് ഇവിടെ മേയർ കാണിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മേയറും ശരിക്കും പറഞ്ഞ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറേണ്ട ആൾക്കാരാണ്. അവർ ജനങ്ങളെ അത്രമാത്രം വെറുപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. അവർക്ക് തുടരാൻ ധാർമ്മികമായിട്ടൊരു അവകാശവും ഇല്ല, ഇപ്പൊ രാഷ്ട്രീയമായിട്ടും ഒരു അവകാശമില്ല, എങ്കിലും പിടിച്ചു നിൽക്കുകയാണ്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ചെഷസ്ക്യൂവിനെയും അങ്ങനെയുള്ള ഭരണാധികാരികളെ ആണ്. അതെന്തായാലും CPM പോലൊരു പാർട്ടിക്ക് അത് ഗുണകരമാവില്ല. അതിന്റെ കീഴ്വഴക്കങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കീഴ്വഴക്കമാണ് അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് രാജിവെക്കുന്ന കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ കോൺഗ്രസിന് ശേഷം ഒരു നിമിഷം പോലും നിൽക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്തായാലും ഉത്തരം പറയാതെ മുഖ്യമന്ത്രി വരും ദിവസങ്ങളിൽ സ്വയം എന്ത് തീരുമാനം എടുത്തു നമുക്ക് കണ്ടറിയാം. നന്ദി ശ്രീ രാജേന്ദ്രൻ. തീർച്ചയായും.